കയറ് പൊട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ മത്സരിച്ച് ജയിക്കാനെങ്കിലും നോക്ക്. ഏയ് കിരണേ വാ, വന്നിരിക്കേ. അങ്ങനെ ഈ മത്സരത്തിൽ എന്റെ പേരക്കുട്ടി ഇറങ്ങാൻ പോവുക. 1000 പറ പരാജയപ്പെട്ടെടുത്ത് ദ്രൗപദി അമ്മയുടെ കുടുംബം ജയിക്കാൻ പോവുക. കേറടാ അങ്ങോട്ട്, കേറിയിരിക്കടാ മോനെ. എടാ ജയിച്ചിട്ട് വാ. ജയിക്കണം. ജയിച്ചിട്ട് ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. കേറാം, കേറടാ. ഞാനും കൂടെ ആട്ടിത്തരാം. അയ്യോ കടിച്ചെടുക്കടാ, മുന്തിരിങ്ങ കടിച്ചെടുക്കടാ. ആ നല്ല ആയത്തിലാട്ടടാ. കിരണേ എന്റെ നടുവേ. അയ്യോ അയ്യോ എന്തെങ്കിലും പറ്റിയോ? എന്റെ നടുവ് കുഴപ്പമൊന്നുമില്ലല്ലോ. നടുവ് ചെറുതായിട്ടൊന്ന് പിടിച്ചു തോന്നുന്നു. അയ്യോ ഇതെന്ത് പറ്റി ഗോവിന്ദ? കയറെങ്ങനെ പൊട്ടിയത്? അറിയില്ല ബാല, ഞാൻ നല്ല ബലത്തിൽ കെട്ടിയതാ. നല്ല വീഴ്ച വീണത്. എവിടെയെങ്കിലും കൊണ്ടുപോയി കിടത്ത. നടക്കാൻ പറ്റുമോ നിനക്ക്? ഞങ്ങൾ പിടിക്കാം. ഞങ്ങൾ പിടിക്കാം. പിടിക്ക്. നന്നായി. വടിയുണ്ട് കേട്ടോ, സൂക്ഷിച്ച്. നേരെ നേരെ. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴണം. അതാണ് പ്രകൃതി നിയമം. വീണില്ലെങ്കിൽ ഞാൻ വീഴ്ത്തും. പതുക്കെ. അയ്യോ എന്റെ നടുവ്. അയ്യോ മോനെ, പതുക്കെ അങ്ങ് കട്ടിലേക്ക് കിടത്തിക്കോ. ഏയ് കിടക്കൊന്നും വേണ്ട. എടാ, കുറച്ചു നേരത്തേക്ക് നീ ഒന്ന് നിവർന്ന് കിടക്ക്. വല്ല പിടുത്തമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. വേണമെങ്കിൽ നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. അമ്മാതിരി വീഴ്ചയല്ലേ വീണത്. ചിലപ്പോ നട്ടല് പൊട്ടി കാണും. നിന്നെ ഇപ്പൊ ആരും ഇങ്ങോട്ട് വിളിച്ചേ? ഇന്ന് പോടി അവിടുന്ന്. അത് ശരി, പിടിച്ചോണ്ട് കിടത്താൻ ഞാൻ വേണമായിരുന്നു. ഇപ്പൊ ഇറങ്ങി പൊടിയെന്ന്. വെറുതെ അല്ലടാ നീ ഊഞ്ഞാലിന്ന് വീണത്. നീ- സൂക്ഷിക്കണ്ടായിരുന്നോ മോനെ? എന്ത് സ്പീഡിലാ നീ ഊഞ്ഞാലാടി? മുത്തശ്ശി എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ കയറ് പൊട്ടില്ലാന്ന് മുത്തശ്ശി തീർത്ത് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ചെന്ന് കയറി കൊടുത്ത്. ആ നീ കയറും മുന്നേ എത്ര പേരാ ഊഞ്ഞാലി കയറിയെന്നറിയോ? എന്നിട്ട് പൊട്ടിയോ? ഇല്ലല്ലോ. നീ കയറിയപ്പത്തിന് അത് പൊട്ടണമെന്നുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പിന്റെയാ. മുന്തിരിക്കൊല കടിച്ചെടുത്തേ അടങ്ങൂന്ന് വാശി കാണിച്ചില്ലേ നീ? ജയിച്ചേ പറ്റൂന്നും പറഞ്ഞ് എന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് വിട്ടതും പോരാഞ്ഞിട്ട് ഇപ്പോ രണ്ടുപേരും ചേർന്ന് എന്നെ കുറ്റപ്പെടുത്തുകയാണല്ലേ? നാശം പിടിക്കാനായിട്ട് ഞാനായിട്ട് ചെയ്തു വെച്ച വിനയിൽ ഞാൻ തന്നെ വീണു കൊടുത്തു. സാരമില്ലടാ മോനെ, പൊട്ടലൊന്നും കാണില്ല. എല്ലടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊന്നും ഇരിക്കില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് എണ്ണ ഇട്ട് തടവി തരാം. എനിക്ക് എണ്ണയും കുഴമ്പൊന്നും വേണ്ട. നീ എന്തിനാ വീണ്ടും വന്നേ? കളിയാക്കാനാണോ? ഇവള് കളിയാക്കിയോ കിരണേ? ദേ അഞ്ജനെ, ഒരാൾക്ക് അപകടം സംഭവിക്കുമ്പോ കളിയാക്കുന്ന മോശ സ്വഭാവ കേട്ടല്ലോ. ഞാനങ്ങനെ കളിയാക്കിയൊന്നുമല്ല, വെറുതെ തമാശ പറഞ്ഞു ചേച്ചി. ഇവനതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ തമാശ പറയാൻ പറ്റിയ അവസരമല്ലേ?
അതൊക്കെ പോട്ടെ കിരണേ, വിട്ടുകളാ. ഇപ്പൊ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, എന്തു കുഴപ്പം? ഇവൻ കൊച്ചിലെ കളരിയൊക്കെ പഠിച്ചത്. ഒരുമാതിരിപ്പെട്ട വീഴ്ചകളൊന്നും ഇവനെ ഏക്കില്ല. ഏൽക്കില്ല. വീണടം വിദ്യയാക്കുന്ന മിടുക്കനാ കിരൺ. ദേ അമ്മാവാ, മിക്കവാറും ഇവളെന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നിനക്കൊന്ന് നാവടക്കി നിന്നാൽ എന്താ കുഴപ്പം? ഒന്നുകിൽ ഇറങ്ങിപ്പോ, അല്ലെങ്കിൽ മിണ്ടാതെ നിൽക്ക്. പോട്ടെ അങ്കിളെ, അവള് കുട്ടിയല്ലേ. കിരണേ, ഇനി എങ്ങനെ? റെസ്റ്റ് എടുക്കുകയാണോ അതോ അടുത്ത ഐറ്റത്തിന് ഇറങ്ങുന്നുണ്ടോ? എന്തിനി എന്തായാലും കിരണിനെ കൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഓടുംപന്ത് കളിയുടെ ടീമിനെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കൊരു കുഴപ്പമില്ല. ഓടും പന്ത് കളിക്കാൻ ഞാനുണ്ട്. എങ്കിൽ പിന്നെ പ്രശ്നമില്ല. ടീമൊക്കെ പഴയ പോലെ തന്നെ നിൽക്കട്ടെ. ഓക്കെ. കിരൺ എന്റെ ടീമില. ഞാനും ആകാശും അഞ്ജനയും കിരണും അനു. ഓക്കെ. നല്ല ടീമല്ലേ? അത് കൊള്ളാലോ. പിള്ളേര് സെറ്റെല്ലാം ഒരുമിച്ച് കേറിയോ അതില്? അടുത്ത ടീമില് ശ്രേയ ചേച്ചി, അരവിന്ദേട്ടൻ, അശ്വതി ചേച്ചി, പായ്പാടൻ ചേട്ടൻ, ശാന്തപ്പൻ ചേട്ടൻ, അങ്ങനെ എല്ലാരും ഉണ്ട്. സെറ്റല്ലേ? സെറ്റ്. ഞാൻ റെഡി. ആ, അപ്പൊ പിന്നെ ഇനി ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് ഓടും പന്ത്